പ്രിയപ്പെട്ടവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആദ്യത്തെ സെമ്മിലെ കോർ കോഴ്സായ ഫണ്ടമെൻ്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ഇനി നമുക്ക് പറയാനുള്ളത്. യൂണിറ്റ് 3-ൽ ദ മാക്സിയൻ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിലെ മാക്സിയൻ സമീപനത്തെക്കുറിച്ചാണ് മൂന്നാമത്തെ യൂണിറ്റിൽ പറയാനുള്ളത്. രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്നതിന് കാൾ മാർക്സും എംഗൽസും ചേർന്ന് വികസിപ്പിച്ച സവിശേഷമായ രീതിശാസ്ത്രത്തെയാണ് മാക്സിയൻ സമീപനം എന്ന് പറയുന്നത്. അത് വൈരുദ്ധ്യാത്മക ഭൗതികവാദ സമീപനമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊളിറ്റിക്കൽ സയൻസിനെ മാർക്സിസ്റ്റുകൾ വിലയിരുത്തുന്നത്. എന്താണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദ സമീപനം എന്ന് പറയുന്നത്? വൈരുദ്ധ്യാത്മക സമീപനം എന്ന് പറയുന്ന ഒരു ആശയം അത് ജർമ്മൻ തത്വചിന്തകനും പ്രശസ്ത ഐഡിയലിസ്റ്റ് ചിന്തകൻ, ആദർശവാദ ചിന്തകനുമായിരുന്ന ഹെഗൽ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു വൈരുദ്ധ്യാത്മക സമീപനം എന്ന് പറയുന്നത്. വൈരുദ്ധ്യാത്മക ഐഡിയലിസം, ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്ന് പറയുന്ന ആശയമായിരുന്നു ജർമ്മൻ തത്വചിന്തകനായ മാർക്സിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു വലിയ ചിന്തകനായിരുന്നു ഈ ഹെഗൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്നാണ് മാർക്സിന് ഈ വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്ന ഒരാശയം കിട്ടുന്നത്. വൈരുദ്ധ്യാത്മക ആദർശവാദമല്ല, അതായിരുന്നു ഹെഗലിൻ്റെത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് മാർക്സിൻ്റെത്. പക്ഷേ ഈ വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്ന സാധനം ഹെഗലിൽ നിന്നാണ് മാർക്സിന് കിട്ടുന്നത്. അപ്പോൾ ജർമ്മൻ തത്വചിന്തകനും പ്രശസ്ത ആദർശവാദ ചിന്തകനുമായ ഹെഗലിൽ നിന്നാണ് മാർക്സിന് വൈരുദ്ധ്യാത്മക സമീപനം ലഭിക്കുന്നത്. ഹെഗൽ പറഞ്ഞത് ആശയങ്ങളുടെ സംഘടനത്തിലൂടെയാണ് സാമൂഹിക മാറ്റങ്ങൾ ലോകത്തുണ്ടാകുന്നത് എന്നാണ്. സമൂഹത്തിൽ ലോകത്ത് മാറ്റങ്ങളുണ്ടാവുന്നത് ആശയങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിലൂടെയാണ് എന്നാണ് ഹെഗൽ പറഞ്ഞത് അങ്ങനെയാണ്. വളരെ കൃത്യമായിട്ട് ഹെഗൽ പറയുന്നുണ്ട്, ഒരാശയം ഉണ്ടാവുന്നുണ്ട്, ആ ആശയത്തിനെതിരെ മറ്റൊരാശയം ഉണ്ടാവുന്നുണ്ട്. ഒരു തീസിസ് ഉണ്ടാവുന്നു, അതിനെതിരെ ഒരു ആൻറ്റി തീസിസ് ഉണ്ടാവുന്നു, അപ്പോൾ ഒരു സിന്തസിസ് ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് സമൂഹം മാറി മാറി വരുന്നത്. ഒരാശയം, പിന്നെ അതിനെതിരെയുള്ള ഒരു ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ആശയം, ഈ ആശയങ്ങൾ തമ്മിൽ സംഘട്ടനം നടക്കുന്നു, ആ സംഘട്ടനത്തിൻ്റെ ഫലമായിട്ട് പുതിയൊരാശയം ഉണ്ടാവുന്നു. ഇതാണ് ഹെഗൽ പറഞ്ഞത്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് സമൂഹത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിലൂടെയാണ് ലോകം മാറുന്നത് എന്നാണ് മാർക്സ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. വൈരുദ്ധ്യങ്ങൾ നടക്കുന്നുണ്ട് ലോകത്ത്. ഈ വൈരുദ്ധ്യങ്ങളുടെ സംഘട്ടനങ്ങൾ ലോകത്തുള്ളത് കൊണ്ട് തന്നെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ അത് ഈ ആദർശങ്ങൾ തമ്മിലല്ല, ഈ ആശയങ്ങൾ തമ്മിലുള്ള സംഘട്ടനമല്ല, ഭൗതിക യാഥാർത്ഥ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ്. വൈരുദ്ധ്യങ്ങൾ നടക്കുന്നുണ്ട്, വൈരുദ്ധ്യങ്ങളുടെ സംഘട്ടനങ്ങളിലൂടെയാണ് ലോകം മാറുന്നത്. പക്ഷേ അത് ആദർശപരമല്ല, ഐഡിയലിസ്റ്റിക് അല്ല, അത് ഭൗതികപരമാണ്, മെറ്റീരിയലിസ്റ്റിക് ആണ് എന്നാണ് മാർക്സ് പറയുന്നത്. സമൂഹത്തിലെ ഭൗതിക സാഹചര്യങ്ങളായ സാമ്പത്തിക ഘടനയും ഉൽപാദന ബന്ധങ്ങളുമാണ് സാമൂഹിക മാറ്റത്തിൻ്റെ പ്രാഥമിക നിർണായക ഘടകങ്ങളെന്ന് മാർക്സ് പറയുന്നു. ഇങ്ങനെ സമൂഹത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിലൂടെയാണ് ലോകം മാറുന്നത് എന്നാണ് മാർക്സ് പറയുന്നത്. സംഘട്ടനമുണ്ട്, പക്ഷേ അത് ഐഡിയലിസ്റ്റിക് അല്ല, അത് മെറ്റീരിയലിസ്റ്റിക്കാണ്. ഇതാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. സമൂഹത്തിൽ ആശയങ്ങളുടെ ഏറ്റുമുട്ടലിൽ നിന്നാണ് സംഘർഷമുണ്ടാകുന്നത്. അത് മനുഷ്യൻ്റെ ചിന്തയുടെയും സംസ്കാരത്തിൻ്റെയും വികാസത്തിലേക്ക് നയിക്കുകയും സമ്പൂർണ്ണ ആശയത്തിലേക്ക്, അങ്ങനെയുള്ളൊരു സമ്പൂർണ്ണ ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുമെന്നുമാണ് ഹെഗൽ പറഞ്ഞത്. ഹെഗൽ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ഭൗതിക അസമത്വങ്ങൾ കാരണം വിവിധ സാമൂഹിക വർഗങ്ങളുടെ സംഘർഷങ്ങളാണ് സമൂഹത്തിൽ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത്. ഇത് ചരിത്രത്തെ അവസാനം വിപ്ലവകരമായ മാറ്റത്തിൽ തന്നെ എത്തിക്കുമെന്നും ആ വിപ്ലവത്തിലൂടെ സോഷ്യലിസത്തിൻ്റെ ഉദയത്തിലും അതിനുശേഷം കമ്മ്യൂണിസത്തിലേക്കും എത്തുമെന്നും മാർക്സ് വീക്ഷിക്കുന്നു. അപ്പോൾ മാർക്സ് പറയുന്നത് ആശയങ്ങളുടെ സംഘടനമല്ല,
മാക്സ് പറയുന്നത് ഭൗതിക യാഥാർത്ഥ്യങ്ങളുടെ സംഘട്ടനമാണ്. ആ ഭൗതിക യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഘടനയും ഉൽപ്പാദന വിതരണ പ്രക്രിയയുമൊക്കെയാണ്. അത് കൈയടക്കി വെച്ച വിഭാഗവും അത് കൈയടക്കാൻ കഴിയാതിരുന്ന, അതിൽ ചൂഷണത്തിന് വിധേയരായ മനുഷ്യരും തമ്മിലുള്ള ഈ വർഗങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളാണ് ലോകത്തുണ്ടായതെന്നും ആ പോരാട്ടങ്ങളിലൂടെയാണ് ലോകം മാറിയതെന്നും അവസാനം ഇതൊരു വലിയ വിപ്ലവത്തിലേക്ക് കലാശിച്ചുകൊണ്ട് ആ വിപ്ലവത്തിലൂടെ അവസാനം ഇതൊരു കമ്മ്യൂണിസ്റ്റ് ലോകക്രമത്തിലേക്ക് മാറുമെന്നും മാക്സ് പറയുന്നു. ഇങ്ങനെയാണ് മാക്സ് സമൂഹത്തെ വിലയിരുത്തിയിരുന്നത്. അപ്പോൾ ഈ മാക്സിൻ്റെ ഈ രീതി ഉണ്ടല്ലോ, സാമൂഹ്യ വിശകലനത്തിൻ്റെ, സാമൂഹ്യ മാറ്റത്തിൻ്റെ മാക്സിൻ്റെ ഈ രീതി ചരിത്രത്തിൽ എക്കാലത്തും ഉപയോഗിക്കുന്ന വളരെ പ്രസക്തമായ ഒരു രീതിശാസ്ത്രമാണ്. ഇതാണ് മാക്സിൻ്റെ ഒരു സമൂഹത്തെ വിശകലനം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസ്റ്റ് ആശയമാണ് അതിൻ്റെ. ഈ രീതിശാസ്ത്രത്തിലൂടെയാണ് മാക്സ് സമൂഹത്തെ വിശകലനം ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു സാമൂഹിക വിശകലന രീതിയിലൂടെ മാക്സ് എങ്ങനെയാണ് സമൂഹത്തെ വിശകലനം ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. അതിനെയാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ചരിത്രപരമായ ഭൗതികവാദം. സമൂഹത്തെ വിശകലനം ചെയ്യുന്നതിന് മാക്സും എംഗൽസും ചേർന്ന് വികസിപ്പിച്ച ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന ആശയത്തെ, വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന സമീപനത്തെ ചരിത്രത്തിൽ പ്രയോഗിക്കുന്നതാണ് ചരിത്രപരമായ ഭൗതികവാദം. അവരുണ്ടാക്കിയ രീതിശാസ്ത്രത്തെ ചരിത്രത്തിൽ പ്രയോഗിക്കുന്നതാണ്. ചരിത്രത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇനി ഇങ്ങനെയാണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് അവർ പറയുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവരുണ്ടാക്കിയ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന രീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ അവർ പ്രയോഗിച്ചു. അതിനെയാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. എന്താണ് അവർ അതിലൂടെ പ്രയോഗിക്കുന്നതിലൂടെ അവർ ചരിത്രത്തെക്കുറിച്ച് അവർ വിലയിരുത്തിയത് എന്താണ്? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. സമൂഹം കേവലം ഒറ്റപ്പെട്ട വ്യക്തികളുടെ ഒരു ശേഖരമല്ലെന്നും വ്യക്തികൾ തമ്മിലുള്ള ഭൗതിക ഇടപെടലുകളുടെയും ബന്ധങ്ങളുടെയും ആകത്തുകയാണ് സമൂഹമെന്നുമാണ് മാക്സ് വിലയിരുത്തിയത്. ഒരു സമൂഹത്തിനുള്ളിലെ ആളുകളുടെ പരസ്പര ആശ്രയത്വവും പരസ്പര ബന്ധവും ചരിത്രാതീത കാലത്തെ ഉണ്ടെന്നും മാക്സ് പറയുന്നു. എല്ലാ മനുഷ്യ ചരിത്രത്തിലും സമൂഹങ്ങൾ വർഗ സമൂഹങ്ങളായിട്ടാണ് നിലനിന്നതെന്നും മാക്സ് പറയുന്നു. അപ്പോൾ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഭൗതിക യാഥാർത്ഥ്യങ്ങൾ ആണ് പ്രവർത്തിച്ചത് എന്ന് മാക്സ് പറയുന്നു. മാക്സിൻ്റെ ചരിത്രപരമായ ഭൗതികവാദ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യ ചരിത്രം 6 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദിമ കമ്മ്യൂണിസം, അടിമ സമൂഹം, ഫ്യൂഡലിസം, മുതലാളിത്തം, സോഷ്യലിസം, ഒടുവിൽ കമ്മ്യൂണിസം. ഇതാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ 6 ഘട്ടങ്ങൾ. ഈ ചരിത്ര ഘട്ടങ്ങളിലുടനീളം വർഗസമരങ്ങളുടെ ആവർത്തിച്ചുള്ള മാതൃക ഉണ്ടായിട്ടുണ്ടെന്നും മാക്സ് പറയുന്നു. മനുഷ്യ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടമായ ആദിമ കമ്മ്യൂണിസത്തിൽ മാക്സ് പറയുന്നത് വിഭവങ്ങളുടെ തുല്യമായ വിതരണം ഉണ്ടായിരുന്നു. അവിടെ സ്വകാര്യ സ്വത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വർഗഘടനയിൽ വ്യത്യാസങ്ങളില്ലാത്തൊരു ജീവിതമായിരുന്നു ഈ പ്രാഥമിക കമ്മ്യൂണിസ്റ്റ് കാലത്തുണ്ടായിരുന്നത്, ആദിമ കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിലുണ്ടായിരുന്നത്. പിന്നീട് മനുഷ്യൻ കൃഷിയിലേക്കും മൃഗങ്ങളെ വളർത്തുന്നതിലേക്കും പോയതോടെ അടിമ സമൂഹം എന്ന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമൂഹത്തിൽ അടിമ ഉടമ എന്നീ വർഗങ്ങളുണ്ടായി. ഉൽപാദന മാർഗങ്ങൾ സ്വന്തമാക്കിയവർ ഉടമകളും മറ്റുള്ളവർ അടിമകളുമായി. ഈ വ്യവസ്ഥയായിരുന്നു അടിമ കാലഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ 2 വർഗം ഉണ്ടായി, അടിമകളും ഉടമകളും. ഈ 2 വർഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായി. പിന്നീട് അടിമത്തത്തിൻ്റെ തകർച്ച, ഈ അടിമ സമ്പ്രദായം തകരുകയും തുടർന്ന് ഫ്യൂഡൽ സമൂഹങ്ങളുണ്ടായി. ഫ്യൂഡലിസത്തിൽ ഭൂപ്രഭുക്കന്മാരും കുടിയാന്മാരും എന്നീ വർഗങ്ങളാണ് ഉണ്ടായത്. ഭൂമിയുടെ നിയന്ത്രണം ഈ ഭൂപ്രഭുക്കന്മാർക്കും ആ ഭൂമിയിൽ ജോലി ചെയ്യുന്നവർ കുടിയാന്മാരുമായി. പിന്നീട് മുതലാളിത്ത സമൂഹത്തിലേക്ക് ലോകം മാറി. ഈ ഫ്യൂഡലിസ്റ്റ് സമൂഹവും മാറിയതിനു ശേഷം പിന്നീട് മുതലാളിത്ത സമൂഹത്തിലേക്ക് ലോകം മാറി. ഈ മുതലാളിത്ത സമൂഹത്തിൽ ബൂർഷാസികളും പ്ലോറിറ്റേറിയറ്റും ഉണ്ടായി. ബൂർഷാസികൾ എന്ന് പറയുന്നത് മുതലാളിത്ത വർഗം, അല്ലെങ്കിൽ ഉൽപാദന വിതരണ പ്രക്രിയ കൈകാര്യം ചെയ്തിരുന്ന ഉടമകളും അതുപോലെ
അവരാണ് ആധിപത്യവർഗം. ആ ഫാക്ടറികളും ബിസിനസ്സുകളും തുടങ്ങിയ മൂലധനം സ്വന്തമാക്കിയവരാണ് ഈ ഉടമകൾ എന്ന് പറയുന്നത്, ബൂർഷാസികൾ എന്ന് പറയുന്നത്. അതേസമയത്ത് തൊഴിലാളി വർഗം പോൾട്ടറിറ്റ് അവരുടെ അധ്വാനം കൂലിക്ക് വിൽക്കുന്നവരായി, ഈ മുതലാളിമാർക്ക് കീഴിൽ തൊഴിലെടുക്കുന്നവരായി ഈ തൊഴിലാളികൾ. അങ്ങനെ തൊഴിലാളി വർഗത്തിൻ്റെ അധ്വാനത്തിൽ നിന്നാണ് ബൂർഷാസി ലാഭം കൊയ്യുന്നത്. ഈ ഒരു കാലത്താണ് മാക്സ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ മാക്സ് നിരന്തരം തൊഴിലാളികളുടെ പ്രശ്നമാണ് പറഞ്ഞത്, തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത്. ഇപ്പോൾ നിലനിൽക്കുന്ന മാക്സിൻ്റെ കാലത്ത് നിലനിന്ന ഈ മുതലാളിത്ത സമൂഹത്തിന് ശേഷം ഇനി സോഷ്യലിസം വരുമെന്നും അതിനുശേഷം പിന്നീട് ലോകം കമ്മ്യൂണിസ്റ്റ് ലോകത്തിലേക്ക് മാറുമെന്നൊക്കെയാണ് മാക്സ് പറയുന്നത്. 1848 പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ, മാക്സും എംഗൽസും ചേർന്ന് എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായിട്ട് ഈ വർഗ്ഗസമരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതുവരെ നിലനിന്നിരുന്ന എല്ലാ സമൂഹത്തിൻ്റെയും ചരിത്രം വർഗ്ഗസമരത്തിൻ്റെ ചരിത്രമാണ് എന്നാണ് വളരെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫാക്ടറികൾ, കൃഷിയിടങ്ങൾ, ഖനികൾ തുടങ്ങിയ ഉൽപ്പാദനോപാധികളെ നിയന്ത്രിക്കുന്ന ഭരണവർഗവും തങ്ങളുടെ അധ്വാനം വിൽക്കാൻ നിർബന്ധിതരായ തൊഴിലാളി വർഗവും തമ്മിലാണ് എല്ലാ സമൂഹത്തിലും സംഘർഷമുണ്ടായതെന്നാണ് മാക്സ് പറയുന്നത്. അടിമ സമൂഹത്തിൽ യജമാനന്മാർക്കെതിരായി അടിമകൾ, ഫ്യൂഡലിസത്തിൽ ഭൂവുടമകൾക്കെതിരായി കുടിയാന്മാർ, മുതലാളിത്തത്തിൽ മുതലാളിമാർക്കെതിരെ തൊഴിലാളികൾ, ഇങ്ങനെയാണ് സംഘർഷം നിലനിന്നത്. സമൂഹത്തിൻ്റെ സവിശേഷതയായ ഉൽപാദന ബന്ധങ്ങൾ ഒന്നിച്ചു ചേർന്ന സമൂഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ ചൂഷണവർഗം എല്ലാ കാലത്തും കൈയടക്കി വെക്കുന്നു. സമൂഹത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക രംഗമാണ്. ഉൽപാദന വിതരണ പ്രക്രിയ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക രംഗമാണ്. ഈ സാമ്പത്തിക അടിത്തറ ഭരണത്തിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റിൻ്റെ സഹായത്തോടെ ചൂഷണവർഗം എല്ലാ കാലത്തും കൈയടക്കി വെക്കുന്നു. സമൂഹത്തിലെ നിയമപരവും രാഷ്ട്രീയപരവുമായ മറ്റു സ്ഥാപനങ്ങൾ, മറ്റു ഘടകങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതുപോലെ സമൂഹത്തിലെ മറ്റു എല്ലാ കാര്യങ്ങളും, നിയമപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, സാംസ്കാരികപരമായ കാര്യങ്ങൾ, ഇതൊക്കെ മേൽപ്പുരയാണ് സമൂഹത്തിൻ്റെ. ഈ മേൽപ്പുര, ഈ സൂപ്പർ സ്ട്രക്ചർ സാമ്പത്തിക ഘടനയുടെ കീഴിലാവുന്നു, ബേസിൻ്റെ കീഴിലാവുന്നു. ബേസാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്, ബേസാണ്, അതിൻ്റെ കീഴിലാവുന്നു ഈ സൂപ്പർ സ്ട്രക്ചർ. അതാര് കൈകാര്യം ചെയ്യുന്നു? അത് സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന, എല്ലാ കാലത്തെയും ഉൽപാദന വിതരണ പ്രക്രിയ കൈകാര്യം ചെയ്യുന്ന മുതലാളിയുടെ, ചൂഷകൻ്റെ കയ്യിലാവുന്നു. അവർ ഈ സ്റ്റേറ്റിനെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഇതോടെ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര വിഷയമായ സ്റ്റേറ്റ് ഗവൺമെൻറ് ചൂഷണവർഗത്തിൻ്റെ അടിച്ചമർത്താനുള്ള ഒരു ഉപകരണമായിട്ട് എല്ലാ കാലത്തും പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് മാക്സ് പറയുന്നത്. ഈ ഭരണകൂടം എല്ലാ കാലത്തും ചൂഷകന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് മാക്സ് പറയുന്നത്. ഇതാണ് ഒരു സമൂഹത്തിൻ്റെ ഈ അവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ വർഗസമരം നടക്കും. ഈ വർഗസമരം ഒടുവിൽ സമൂഹത്തിൻ്റെ വിപ്ലവകരമായ പരിവർത്തനത്തിലേക്ക് നയിക്കുമെന്ന് മാക്സ് വിശ്വസിച്ചു. അവിടെ തൊഴിലാളി വർഗം മുതലാളിത്ത വ്യവസ്ഥയെ അട്ടിമറിച്ച് സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കും. അങ്ങനെ സ്ഥാപിക്കുന്ന സോഷ്യലിസത്തിൽ ഉൽപാദന മാർഗങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ കൂട്ടായ ഉടമസ്ഥതയിലുള്ള ഭരണത്തിന് കീഴിലാവും. പിന്നീട് സോഷ്യലിസത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് മാറുമ്പോൾ ഒരു കേന്ദ്രീകൃത ഭരണകൂടത്തിൻ്റെ ആവശ്യകത ക്രമേണ കുറയുമെന്നും ഒടുവിൽ ഭരണകൂടം തന്നെ അപ്രത്യക്ഷമാകുമെന്നും മാക്സ് വിശ്വസിച്ചു. സമ്പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ വർഗ അടിച്ചമർത്തലിൻ്റെ ഉപകരണമായി മാക്സ് കണ്ടിരുന്ന ഭരണകൂടത്തിൻ്റെ ആവശ്യകത ഇല്ലാതാകും എന്നതാണ് മാക്സിയൻ സങ്കല്പത്തിന് പിന്നിലെ അടിസ്ഥാനപരമായ ആശയമായ വിതറിംഗ് എവേ ഓഫ് ദ സ്റ്റേറ്റ് എന്നത്. ആത്യന്തികമായിട്ട് ഭരണകൂടം ഉണങ്ങിപ്പോകുമെന്നും, കാരണം സാമൂഹ്യ സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാനോ നിയന്ത്രിക്കാനോ ഇനി ഭരണകൂടത്തിൻ്റെ ആവശ്യകത ഇല്ല എന്നും മാക്സ് വിശ്വസിക്കുന്നു. സമ്പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ ഈ ചൂഷണോപാധികൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഈ ഭരണകൂടത്തിൻ്റെ ആവശ്യം ഇല്ലാതാകും എന്നും മാക്സ് വിശ്വസിച്ചു. ഇതാണ് ചരിത്രപരമായ ഭൗതികവാദം പറയുന്നത്. ചരിത്രത്തിലുടനീളം സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് ഭൗതിക സാഹചര്യങ്ങളുടെയും വർഗബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. മെറ്റീരിയലായിട്ടുള്ള ഡയലക്റ്റിക്സിലൂടെയാണ്, മെറ്റീരിയലായ വൈരുദ്ധ്യങ്ങളിലൂടെയാണ്, മെറ്റീരിയലായ സംഘട്ടനങ്ങളിലൂടെയാണ്
ചരിത്രത്തിലുടനീളം സാമൂഹ്യ മാറ്റം സംഭവിച്ചത് എന്നാണ് മാക്സ് പറയുന്നത്. ഇത് അവസാനം ഭൗതിക അസമത്വങ്ങൾ ഇല്ലാതാക്കി വിപ്ലവകരമായ മാറ്റത്തിലേക്ക് ലോകത്തെ എത്തിക്കുമെന്നും മാക്സ് വീക്ഷിക്കുന്നു. ഇതാണ് മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചരിത്രപരമായ ഭൗതികവാദം എന്ന് പറയുന്നത്. ഇത് സാമൂഹിക മാറ്റവും ചരിത്ര വികാസവും മനസ്സിലാക്കുന്നതിന് ചിട്ടയായ ശാസ്ത്രീയമായ ഒരു സമീപനമാണ് നൽകുന്നത്. ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും പൊളിറ്റിക്കൽ സയൻസിലുമെല്ലാം സാമൂഹ്യ ബന്ധങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഈ ഒരു സമീപനം നിർണായകമായ സംഭാവനയാണ് നൽകുന്നത്. ഹിസ്റ്ററിയിലൊക്കെ ചരിത്രത്തെയൊക്കെ വിലയിരുത്തുന്നത് ഈ മാർക്സിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷനിലൂടെയാണ്. അതാണ് യഥാർത്ഥത്തിൽ സാമൂഹിക ചരിത്ര ബന്ധങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഒരു ശരിയായ രീതിയെന്ന് പൊതുവെ അംഗീകരിക്കുന്നു.